ചോദിക്കണം എന്റെ അമ്മൂമ്മയുടെ ചോദ്യം. അങ്ങനെ എല്ലാ മേഖലയിലും ഒരു കമ്മീഷനെ നിയമിച്ചു കഴിഞ്ഞാൽ എല്ലാ കമ്മീഷനും പറയാനുണ്ടാവും ഒരുപാട് കഥകള്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാം പെട്ടെന്നായി പോയി. കിടപ്പാടം പോവോ വർക്കി? സാധ്യത ഇല്ലാതെയില്ല. താങ്കൾ പ്രവർത്തിക്കുന്ന മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന വിവേചനത്തെക്കുറിച്ചും സ്ത്രീകൾ നേരിടുന്ന വിവേചനം പീഡനങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ പീഡിപ്പിക്കുന്നവരോടല്ലേ ചോദിക്കേണ്ടത്? എന്താന്ന് ചിരിക്കണ? ഞാൻ സ്ത്രീയുമായി പീഡിപ്പിക്കാറില്ല. ഞാൻ പീഡിപ്പിക്കുന്നതായി കണ്ടിട്ടില്ല. നീയാളൊരു മഹാനായി മാറി. അതെ, സ്ത്രീ പറയുമ്പോഴാണല്ലോ നമ്മൾ അറിയുന്നത്. അങ്ങനെ ഒരു സ്ത്രീ പീഡനത്തിന് ഇരയായി എന്ന് പറയുന്നതിന് മുന്നേ ആ സ്ത്രീയും ആ വ്യക്തിയും തമ്മിൽ ഇടപാടുണ്ടല്ലോ. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? home appliance of the two families, you are the link. No, you are the link of the link. അല്ലേ? അപ്പൊ തന്നെ ആ സ്ത്രീ കാരണം നോക്കി ഒരെണ്ണം കൊടുത്താ തീരാവുന്നല്ലോ ഈ പ്രശ്നം. മാപ്പൊന്നും പറയണ്ട, പൊക്കോ. കുടുംബത്തിൽ പറഞ്ഞവനെ Why should? Is the race of the XYZ. What is this? പുതിയതായി വരുന്ന ഒരു പെൺകുട്ടിക്ക് ഒരിക്കലും ഇവിടെ ആരും പിടിച്ചു വെച്ചിട്ട് ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? സത്യമായി പറയുന്നവനായി ഈ രാജാക്കന്ന്. ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ ഞാൻ അംഗീകരിക്കുന്നുണ്ട്. അത് പക്ഷെ ഇവിടെ മാത്രം സംഭവിക്കുന്ന കാര്യമല്ല, നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളായിട്ടാണ്. പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന സ്ത്രീയുടെ ഒപ്പം എനിക്ക് നിൽക്കേണ്ടി വരും. നിന്നെ സമ്മതിക്കണം. നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നേ? പീഡിപ്പിച്ചു എന്ന് ഒരു സ്ത്രീ ഒരു വ്യക്തിയെ ചൂണ്ടി പറയുന്നുണ്ടെങ്കിൽ അവന്റെ കൂടെയും നിൽക്കേണ്ടി വരും. കാരണം ഞാനത് കണ്ടിട്ടുണ്ടോ? അയാൾ എന്താ പറയുന്നേ? എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയുന്നു. സഹപ്രവർത്തകനും എന്റെ തന്നെയാണെന്ന് വിചാരിക്കട്ടെ. അപ്പൊ ഞാൻ രണ്ടുപേരുടെ കൂടെയും നിൽക്കണം, വേണ്ടേ? നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടാ നായിന്റെ മോനെ. ഡ്രഗ്സ് ഉപയോഗം ശക്തമാണെന്നുള്ളതാണ് റിപ്പോർട്ട് പറയുന്ന മറ്റൊരു കാര്യം. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല? പിന്നീട് വരെ അവസരം കിട്ടി. ശക്തമായിട്ട് ഉപയോഗിക്കുന്ന ഡ്രഗ്സ് ഏതൊക്കെയാ സിനിമാ മേഖലകളിൽ? ഈ റിപ്പോർട്ട് ശത്രുക്കളോട് പോലും ഇത് ചെയ്യരുതാ ദ്രോഹി. ഐ വാണ്ട് ലൈഫ് ലൈൻ ഫോൺ എ ഫ്രണ്ട്. കലാകാരന്മാർക്ക് ഉപയോഗിക്കാനുള്ളതാണ് അല്ലേ? അങ്ങനെ എന്തോ പഴുന്നില്ലേ? എന്തോ ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് നിയമപരമാണ്. മണ്ടത്തരം പറയാറ വെട്ടി. അതിനൊക്കെ ധാരാളം സമയം എടുക്കില്ലേ? മദ്യവും സിഗരറ്റും ഡ്രഗ്സ് അല്ലേ? അത് നല്ല വിചാരായിപ്പോയി. ഇവൻ ശരിയല്ല. ഇവന്റെ ഉണ്ടകണ്ണ് കണ്ടാലറിയാം കള്ള ലക്ഷണമുണ്ട്. താൻ കുടിച്ച ബ്രാൻഡിന്റെ പേരറിയോ തനിക്ക്? ആ പേരറിഞ്ഞിരുന്നുവെങ്കിൽ ഇത് അങ്ങോട്ട് കൊടുത്തിട്ട് ഇവൻ കുടിച്ച ബ്രാൻഡ് മേടിക്കായിരുന്നു. വേൾഡ് മോസ്റ്റ് വോസ്റ്റ് ഡ്രഗ്സ് എന്ന് പറഞ്ഞ് ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം വരുന്നത് ഏതൊക്കെയാണെന്ന് അറിയൂ? സിഗരറ്റും ഡ്രിങ്ക്സും. എനിക്ക് പണ്ടേ നീ ഒരു തലവേദനയാ. ഇപ്പൊ നീ നാട്ടുകാരൻ കിടന്നുറങ്ങാൻ സമ്മതിക്കില്ല. ഇവനൊന്നും ജീവിച്ചിരുന്നിട്ട് ഇനി യാതൊരു കാര്യമില്ല. അതിന് താഴെ നിങ്ങൾ പറയുന്ന ഈ സാധനങ്ങളൊക്കെ വരുന്നുള്ളൂ. ഞാനത് ചോദിക്കരുതായിരുന്നു. അപ്പൊ ലഹരി എന്ന് ഡ്രഗ്സ് എന്ന് ചോദിക്കുമ്പോൾ മദ്യവും സിഗരറ്റും ഞാൻ അതിൽ ഉൾപ്പെടുത്തും. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി. ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് ഞാനൊരു ആവേശത്തിന് പുറത്ത് പറഞ്ഞു. മദ്യവും മയക്കാൻ ഉപയോഗിക്കുന്ന ഡ്രഗ്സ് ആണ്. സൗഹാർദ്ദപരമായി പെരുമാറും. അത് നമ്മളൊന്നും ജയിലിൽ പോയത് എന്തിനാണെന്നറിയില്ലേ? ജയിലിൽ പോയത് എന്തിനാണെന്നറിയില്ലേ? നീ കുറെ നാളായില്ല തുടങ്ങിയിട്ട് നിനക്ക് എന്താ വേണ്ടേ? ഞാനിവിടെ വെറുതെ വന്നതാ. ഇവന്റെ ക്ലോസ് ഫ്രണ്ടാ. പിന്നീട് അവൻ തല്ലാം. അപ്പൊ എനിക്ക് ടൈം ഉണ്ടാവില്ല. എനിക്ക് ഇപ്പൊ തല്ലണം. ക്ഷമിക്കണം. അത്യാവശ്യമായി ഇതുപോലൊരു മീറ്റിംഗിൽ പങ്കെടുക്കാനുള്ളത് കൊണ്ട് ഞാൻ വിടവാങ്ങുന്നു. കാശിന്റെ കടപ്പാ.